പൗലോസ്ലീഹ എഫേസ്യൻകാർക്ക് കത്തെഴുതുമ്പോൾ 2-ാമത്തെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയും, അവൻ നിങ്ങളുടെ സമാധാനമാണ്. ഹീസ് യുവർ പീസ്. ഈശോയാണ് നിന്റെ സമാധാനം. നമ്മളിങ്ങനെ ഇരുട്ടിൽ ഇങ്ങനെ തപ്പിത്തടഞ്ഞ് നിൽക്കുകയായിരിക്കും. എന്നെ ചെയ്യേണ്ട ഒരു വെട്ടം പോലും കിട്ടണമല്ലോ കർത്താവേ. ബൈബിളൊന്നും എടുത്ത് വായിക്കുമ്പോൾ, ഒരു കുറച്ച് നേരം ഈശോയെ ഓർക്കുമ്പോൾ, മറ്റാരെയൊക്കെ ഓർത്തിട്ട് ഇപ്പം എന്തായി? അവർ സമാധാനിപ്പിക്കും, അവരുണ്ടല്ലോ എന്നുള്ള സമാധാനങ്ങളൊക്കെ ഇപ്പോൾ അതിൻ്റെ എൻഡ് റിസൾട്ട് എന്തായി? നീ ഇരുട്ടിലാണെങ്കിലും ഒരു വെളിച്ചത്തിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിച്ചപ്പോൾ വീണ്ടും ആ മരണത്തിൻ്റെ നിഴല് നിന്റെ പുറകെ പിടിക്കുന്നുണ്ടെങ്കിലും, നിന്നെ വിട്ടുപിരിയാതെ ഈ പാസ്റ്റ് നിന്നെ ഹോണ്ട് ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചർ നിന്നെ ത്രട്ടൺ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ട്രോമാറ്റിക് സിറ്റുവേഷനിലൂടെ, ഒരു ഡിപ്രസീവ് സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു പോകുന്നെങ്കിലും ഈശോ ഇവിടെ തന്നെയുണ്ട്. സമാധാനമായിട്ടിരിക്കുക. കേൾക്കാൻ ഒരാളില്ലാത്ത, സമാധാനിപ്പിക്കാൻ ഒരാളില്ലാത്ത, നിങ്ങളിത് മനസ്സിലാക്കാൻ ഒരാളില്ലാത്ത, ചേർന്ന് നിൽക്കാൻ ഒരാളില്ലാത്തൊരു രാവ്, ഒരു പകൽ വന്നേക്കാം. നിങ്ങൾ കരയുന്നത് കണ്ട് കള്ളക്കണ്ണീരാണെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്ന ആളുകൾ ചുറ്റും നിൽക്കുന്നൊരു സമയം വന്നേക്കാം. ഉറക്കം കിട്ടാത്തൊരു രാത്രിയിൽ ഒരു തലയണ കെട്ടിപ്പിടിച്ച് കരഞ്ഞ രാവ് തീർക്കേണ്ട ഒരു വിധി നിന്റെ മേൽ വന്നേക്കാം. നിന്റെ ഈശോയുടെ അടുത്തേക്ക് തന്നെ ചെല്ല് കുഞ്ഞെ. അവൻ നിന്റെ സമാധാനമായിരിക്കും.